ഇറാനെതിരെ യുഎസിന്റെ കരയാക്രമണം ഏതു നിമിഷവും ഉണ്ടാകാമെന്ന അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി കൂടുതൽ അമേരിക്കൻ സൈനികർ പശ്ചിമേഷ്യയിലെത്തി. കരയിലും കടലിലും ആക്രമണങ്ങൾ നടത്താൻ കഴിയുന്ന 3500 മറീൻ സൈനികരും നാവികരുമായി അമേരിക്കൻ പടക്കപ്പൽ USS ട്രിപ്പോളിയാണ് എത്തിയത്. USS ബോക്സർ അടക്കം 3 കപ്പലുകളും വൈകാതെ എത്തും. ആഴ്ചകളോളം നീളുന്ന കരയുദ്ധത്തിനാണ് US പദ്ധതിയിടുന്നത് എന്നാണ് റിപ്പോർട്ട്. അതിനിടെ പേർഷ്യൻ ഉൾക്കടലിലെ ഖാർക്ക് ദ്വീപിലോ ഹോർമുസ് കടലിടുക്കിന് സമീപത്തെ തീരമേഖലകളിലോ US റെയ്ഡ് നടത്തിയേക്കും അമേരിക്കൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. കരയുദ്ധത്തിന് ഇറാന്റെ മണ്ണിൽ കാലുകുത്തുന്ന അമേരിക്കൻ സൈനികർക്കുമേൽ തീമഴ പെയ്യിക്കുമെന്നും തങ്ങൾ കാത്തിരിക്കുകയാണെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗേർ കാലിബാഫ് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം ടെഹ്റാനിലെ ഇറാൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് നേരെ US ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു. ഇക്കാര്യത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മുമ്പ് അമേരിക്ക ഔദ്യോഗിക വിശദീകരണം നൽകണമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ഇസ്രയേലി സർവകലാശാല ക്യാമ്പസുകളെ ലക്ഷ്യം വയ്ക്കുമെന്നും ഭീഷണി മുഴക്കി. അമേരിക്ക വിന്യസിക്കാൻ ഉദ്ദേശിക്കുന്ന സേനയിൽ കാലാൾപ്പടയും കവചിത യൂണിറ്റുകളും 82ാമത് എയർബോൺ ഡിവിഷനിലെ വിദഗ്ധരും ഉൾപ്പെടുമെന്നാണ് സൂചന. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ ജീവനാഡിയായ ഖാർഗ് ദ്വീപ് പോലുള്ള തന്ത്രപ്രധാനമായ ആസ്തികൾ സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ അവ ലക്ഷ്യം വെക്കുകയോ ചെയ്യുക എന്നതാണ് ഈ വിന്യാസത്തിന്റെ പിന്നിലെ ലക്ഷ്യമെന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. എന്നാൽ ഈ നീക്കങ്ങളെല്ലാം തന്നെ ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിന്റെ തുടക്കമാകുമോ എന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ. സംഘർഷം ലഘൂകരിക്കണം എന്നോണം ഏപ്രിൽ 6 വരെ സൈനിക നടപടികളിൽ താൽക്കാലിക വിരാമം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചിപ്പിച്ചെങ്കിലും മറുഭാഗത്ത് US സെൻട്രൽ കമാൻഡ് ഇറാനിയൻ കപ്പലുകളെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് നൽകിയ മുന്നറിയിപ്പാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. ഇറാനെതിരായ ആക്രമണങ്ങൾക്ക് സ്വന്തം മണ്ണ് വിട്ടുകൊടുക്കരുതേ എന്നും അമേരിക്ക ഇസ്രയേൽ സഖ്യത്തെ പിന്തുണയ്ക്കരുതേ എന്നും അദ്ദേഹം അയൽ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാൻ ഒരിക്കലും യുദ്ധത്തിന് മുൻകൈ എടുക്കില്ലെന്നും എന്നാൽ രാജ്യത്തിന്റെ സാമ്പത്തിക കേന്ദ്രങ്ങളെയോ അടിസ്ഥാന സൗകര്യങ്ങളെയോ ലക്ഷ്യമിട്ടാൽ തിരിച്ചടി ഭീകരമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മേഖലയിലെ രാജ്യങ്ങൾ സംഘർഷത്തിന് പകരം സ്ഥിരത തെരഞ്ഞെടുക്കണമെന്ന ഇറാന്റെ ആവശ്യം വൻ ശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ബലിയാടാകരുത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. മിഡിൽ ഈസ്റ്റിലെ മണൽക്കാറ്റിൽ ഇപ്പോൾ ഉയരുന്നത് വെറുമൊരു സൈനിക നീക്കത്തിന്റെ പൊടിയല്ല, മറിച്ചൊരു മഹാസ്ഫോടനത്തിന്റെ പുകപടലങ്ങളാണ്. അമേരിക്കയും ഇസ്രയേലും തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൃത്യമായി ക്രമീകരിക്കുമ്പോൾ മറുഭാഗത്ത് ഇറാന്റെ നരകത്തിലേക്കുള്ള സ്വാഗതമെന്ന മുന്നറിയിപ്പ് അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നു. ഷിപ്പിംഗ് പാതകളുടെ സുരക്ഷയെന്ന അമേരിക്കയുടെ അവകാശവാദവും സ്വന്തം മണ്ണും സാമ്പത്തിക അടിത്തറയും സംരക്ഷിക്കാനുള്ള ഇറാന്റെ വാശിയും തമ്മിലുള്ള ഈ പോരാട്ടം വെറുമൊരു പ്രാദേശിക തർക്കമല്ല, അത് ആഗോള സാമ്പത്തിക ക്രമത്തിന്റെ അന്തിമ വിധി എഴുതാൻ പോകുന്നതാണ്. ഇറാൻ ആക്രമണങ്ങൾ രൂക്ഷമായി തുടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ജെറുസലേമിലെ വിശുദ്ധ കേന്ദ്രങ്ങൾ ഇസ്രയേൽ അടച്ചു. ആക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനാലാണ് ഈ നടപടിയെന്ന് ഇസ്രയേൽ അധികൃതർ വിശദീകരിച്ചു. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ കൂടുതൽ ശക്തമാകുന്നതോടെ മേഖലയിൽ വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. തങ്ങളുടെ വ്യവസായ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾക്ക് കടുത്ത തിരിച്ചടി നൽകുമെന്ന നിലപാടിലാണ് ഇറാൻ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.